ഹലോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റു. ഇന്ന് സെക്കൻഡ് എക്സാമിൻ്റെ കേട്ടോ. ഇന്ന് 2 എക്സാമുണ്ട്. അങ്ങനെ എന്നെ തല നനച്ചില്ല കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ ഞാൻ തല നനച്ച് ഉണക്കി കെട്ടിയാക്കി വെച്ചു. രാവിലെ ഉണ്ടല്ലോ നനച്ചിട്ടിട്ട് പിന്നെ കെട്ടാൻ പറ്റില്ലല്ലോ. പിന്നെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേനും മുടിയുടെ കാര്യത്തിൽ തീരുമാനമാവും. അങ്ങനെ പിന്നെ താഴോട്ടൊക്കെ ഇറങ്ങി നിന്നപ്പോഴത്തേനും മമ്മി ചപ്പാത്തിക്ക് കുഴയ്ക്കുമായിരുന്നു. ഇന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയായിരുന്നു. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുപോകണം. അങ്ങനെ പിന്നെ ഞാൻ ചായക്കൊക്കെ വെച്ചു. അങ്ങനെ പിന്നെ ചായയൊക്കെ തിളച്ചു, ചായയൊക്കെ കുടിച്ചു. ഈ 2 എക്സാം എനിക്ക് രാവിലെ 10 മണി തൊട്ട് ഒരു മണി വരെ ഒരു എക്സാം, അത് കഴിഞ്ഞ് 2 മണി തൊട്ട് 5 മണി വരെ ഒരു എക്സാം. അങ്ങനെ 2 എക്സാം, അത് ഇത്രയും ലേറ്റ് ആവുന്നത്. അങ്ങനെ പിന്നെ കാശുമണി നേരത്തെ എഴുന്നേറ്റു കേട്ടോ. ഞാൻ പോയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഉണർന്നതാണ്. അങ്ങനെ പിന്നെ കാശുമണിയോട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കായംകുളത്ത് നിന്ന് ബസ് കയറിയിട്ട് ചെന്ന് കയറിയപ്പോഴേ ആരോ നല്ലതായിട്ട് സ്പ്രേ അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ തല അന്നേരേ പെരുത്ത്. എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് ഒരു സ്മെല്ലും പിടിക്കത്തില്ല. അപ്പം നല്ല മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ രാവിലത്തെ റിട്ടേൺ എക്സാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വൈവേ ആയിരുന്നു. അപ്പം ഞങ്ങൾ അതിനുള്ള കട്ട വെയിറ്റിങ്ങിൽ എൻ്റെ മിസ്സാണ് കേട്ടോ ഇരിക്കുന്നതൊക്കെ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ആലപ്പുഴ തന്നെ അവിടെ നിന്ന് പിന്നെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് തിരിച്ച് പിന്നെ വീട്ടിൽ ചെട്ടുളങ്ങര വന്ന് ഇറങ്ങി. അപ്പം കാശുമോൻ എന്തെങ്കിലും മേടിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ. എന്തെങ്കിലും ഒരു മുട്ടായാണെങ്കിൽ അത് മതി. പിന്നെ ഞാനൊരു ഫ്രൂട്ടി മേടിച്ചു അവിടെ നിന്ന്. എന്തോ കൊണ്ടുവരാനാ? അങ്ങനെ ഞാൻ ചെന്ന് കയറിയപ്പോഴേ കാശുമോൻ ചോദിച്ചോട്ടെ എന്തോ അമ്മ മേടിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞു ഒന്നും മേടിച്ചില്ല. അതിൻ്റെ പിണക്കം മുഖത്ത് കാണും. നിന്നെ ചെന്ന് കയറി കഴിഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. അത് ചിരി കണ്ടു. പിന്നെ അതൊക്കെ കൊടുത്തു. ഞാൻ അടുക്കളയിൽ ചെന്നപ്പോൾ മമ്മി ചായ അനത്തി തന്നു കേട്ടോ. അങ്ങനെ മമ്മി ചായയൊക്കെ അനത്തി ഞാൻ പിന്നെ ചായയും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ട് കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.